ചെന്നൈയിൽ മുറിയിൽ എലിവിഷം വെച്ച് AC ഓണാക്കി ഉറങ്ങിയ 2 കുട്ടികൾക്ക് മരണം സംഭവിച്ചു. വീട്ടിൽ എലിശല്യം കാരണം സ്വകാര്യ കീടനിയന്ത്രണ കമ്പനിയോട് എലിവിഷം വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവർ വീര്യം കൂടിയ വിഷം മുറിയിൽ വെച്ചിരുന്നു. അവിടെ ആ മുറിയിലാണ് ഈ കുട്ടികൾ AC ഓണാക്കി വെച്ചു ഈ 2 കുട്ടികൾക്കും മരണം സംഭവിച്ചത്. മുഹമ്മദ് റഹീസ് ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമോ എന്ന് പറയൂ. SKN അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അതീവ സങ്കടമുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്. ചെന്നൈയിലെ കുണ്ട്രത്തൂർ സ്വദേശിയായിട്ടുള്ള ഗിരിധരൻ്റെ മക്കളാണ് ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ നിരന്തരമായി എലിശല്യമുണ്ട്. ഒപ്പം തന്നെ ഈ പാറ്റയുടെയും പഴുതാരയുടെയും ഒക്കെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ കമ്പനിയോട് ഇതിൽ എലിവിഷം വയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സ്വകാര്യ കമ്പനിയെ സമീപിച്ചിരുന്നു. അങ്ങനെ ഒരു കീടനിയന്ത്രണ കമ്പനി ഇവിടെ എലിവിഷം വയ്ക്കാൻ ഇന്നലെ രാത്രി എത്തി. അപ്പോൾ തന്നെ ഈ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയും 2 കുട്ടികളുമാണുള്ളത്. ഇവർ ഈ വീട്ടിൽ നിന്ന് പോവുകയും രാവിലെ ഈ കമ്പനി എത്തി എലിവിഷം വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. കുഴമ്പ് രൂപത്തിലും ഒപ്പം തന്നെ ഗുളിക രൂപത്തിലുമുള്ള രീതിയിലാണ് ഇവർ എലിവിഷം വെച്ച് മടങ്ങിയത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ വീട്ടിലേക്ക് അച്ഛനും അമ്മയും എത്തുന്നു. ബന്ധു വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ ഈ വീട്ടിലേക്ക് തിരികെ എത്തിക്കുന്നു. അതിനുശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവർ AC ഓണാക്കിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ശേഷം രാവിലെ എഴുന്നേറ്റതോടുകൂടി ഈ 4 പേർക്കും ഗിരിധരനും ഭാര്യയ്ക്കും ഒപ്പം ഈ 2 കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ഇവർ തലകറങ്ങി വീഴുകയാണ്. 6 വയസ്സുകാരി പവിത്രയും ഒപ്പം തന്നെ 1 വയസ്സുകാരൻ സായി സുദർശനുമാണ് ഈ സംഭവത്തിൽ മരിച്ചത്. ഈ ദാരുണമായൊരു സംഭവത്തിൽ മരിച്ചത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് മതിയായ ചികിത്സ നൽകിയെങ്കിലും വിഷം അമിതമായ അളവിൽ ഉള്ളിലേക്ക് ചെന്നു. ഇവർ വിഷം അമിതമായി ശ്വസിച്ചിരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ തോതിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. അവർ ഈ കീടനിയന്ത്രണ കമ്പനിക്കെതിരെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മാനേജർ ഉൾപ്പെടെ 3 പേരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത അളവിൽ വിഷം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ചില കമ്പനികൾ ഇത്തരത്തിൽ കൂടുതലായി വിഷം നൽകുകയും ഒപ്പം തന്നെ ഒരു മാർഗനിർദ്ദേശവും ആളുകൾക്ക് നൽകാറില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും എലിവിഷം മുറിയിൽ വെച്ചിട്ട് AC ഓണാക്കി കിടന്നുറങ്ങിയ കുട്ടികളിൽ 2 പേർ മരിച്ചു ചെന്നൈയിൽ.